ആ ഭയപ്പാട് ഇന്നും ലോകത്ത് നിലനിൽക്കുന്നു. അദ്വാനി ഭരിച്ചപ്പോഴും വാജ്പേയി ഭരിച്ചപ്പോഴും മോദിജി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴും അജ്മീരിൽ കൊണ്ടുപോയി വലിയ പട്ടുകൾ സമർപ്പിച്ച് അവിടെ പ്രാർത്ഥന നടത്തിയിട്ടാണ് അവരെല്ലാം അധികാരത്തിൽ കയറുന്നത്. അവരുടെ ഭരണമെല്ലാം നല്ലതാണെന്നല്ല, ആര് കയറിയാലും അജ്മീറിനെ വണങ്ങിക്കൊണ്ടേ അവർ കയറുന്നുള്ളൂ. എന്താണ് അതിൻ്റെ അർത്ഥം? മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ഷൈഇൻ. നമുക്ക് ഈമാനില്ല, മലയാളിക്ക് ഈമാനില്ല, കോടാലിക്ക് ഉറയില്ല എന്ന് ഇടക്കിടക്ക് അന്തറുമസ്താൻ പറയും റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പോൾ നമ്മുടെ ന്യൂനതകൾ കൊണ്ട് നാം അടിച്ചമർത്തപ്പെടുന്നുണ്ട്. ഈ മഹത്തുക്കളെല്ലാം ഏതു കുഫ്രിയത്തിനും വളരെ ശക്തമായ ഭയപ്പാടാണ്, പേടിയാണ്. അംറുൻ ഖാരിഖുൽ ലിൽ ആദതി മിൻ ഖിബലി ശഖ്സിൻ ഗൈറു മുഖാരിനിൻ ലിദഅവൻ നുബുവ. അമ്പിയാക്കൾക്ക് അമാനുഷിക സിദ്ധി ഉള്ളതുപോലെ ഔലിയാക്കൾക്ക് കറാമത്തുണ്ട്. ആ കറാമത്തുകളെല്ലാം തൗഹീദിൻ്റെ പ്രചാരണത്തിന് വേണ്ടി അവർ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം ഉപയോഗിക്കും. അങ്ങനെ ഇവിടെ ചരിത്ര സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ഒരു മഹാത്മാവാണ് സുൽത്താനുൽ ഹിന്ദ് റളിയല്ലാഹു അൻഹു. അവിടെ ചെന്നാൽ നമുക്ക് കാണാം ലങ്കർ എന്ന് പറയുന്ന ആ ചെമ്പ്, ലങ്കർ ഉണ്ടാക്കുന്ന ആ ചെമ്പിലേക്ക് ചെറിയ ചെറിയ ലോറിയും മോട്ടോറിക്ഷയും വന്നിട്ട് നേരെ അരി അങ്ങോട്ട് കുടഞ്ഞിടുകയാണ്. മോട്ടറടിച്ച് വെള്ളം വെക്കുകയാണ്. അതിൽ അരിയൊന്നും കഴുകാനൊന്നും അവിടെ നേരമില്ല. 8 സ്റ്റെപ്പ് കയറിയാലേ അതിൻ്റെ മൂപ്പ് നമുക്ക് കാണാൻ പറ്റും. അത്രയും വലിയ ചെമ്പാണ്. അത് അഴിച്ചു മാറ്റാൻ പറ്റില്ല, അതവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ലോഡ് കണക്കിന് അരി കൊണ്ടുവന്നിട്ട് വേവിക്കുന്നത് എങ്ങനെയാ? ഒരു കെട്ട് പുല്ല് അങ്ങോട്ട് വെച്ച് കൊടുക്കും. അല്ലെങ്കിൽ തുച്ഛമായ ഒരു 5 കിലോ അരി വേകാനുള്ള വിറക് അവിടെ വെച്ച് കൊടുക്കും. അപ്പോഴേ തിളച്ച് മറിയാൻ തുടങ്ങും. അതിൽ മധുരമിടും. ഈ ചെമ്പിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് ആളുകൾ അത് കോരുകയും ചെയ്യും. അപ്പം എങ്ങനെ തിളച്ചു, എങ്ങനെ ആഹാരമായി, എങ്ങനെ പാചകം ചെയ്യപ്പെട്ടു, ഇന്നും അതിന് നിഷേധിക്കാൻ ആളില്ല. ആ ലങ്കറിൽ പഞ്ചസാരയിട്ട് മധുരമിട്ട് ശർക്കരയിട്ട് കൊടുക്കാൻ ആളുകൾ നേർച്ചയാക്കും. പലപ്പോഴും മധുരമുണ്ടാവുകയില്ല. തിങ്കളാഴ്ച ദിവസങ്ങളിൽ ചിലപ്പോൾ മധുരമുണ്ടാവും. ഈ ലങ്കർ കുടിച്ചുകൊണ്ടാണ് പാവങ്ങളായ ആളുകൾ അവിടെ ജീവിക്കുന്നത്, രോഗികളായ ആളുകളുടെ രോഗം മാറുന്നത്. അത് ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ഒരു വലിയ കറാമത്താണ്. ആ ലങ്കർ ഉണക്കിയ ചുവന്ന ചോറാണ് നമുക്കിവിടെ ബർക്കത്തിന് വേണ്ടി അവിടെ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഇതെല്ലാം നൂറ്റാണ്ടുകളായി, 8 നൂറ്റാണ്ടിൽ അധികമായി ഇന്ത്യയിൽ നിലനിൽക്കുകയാണ്. എല്ലാ കാഫറും മുസ്ലിമും അവിടെ ഇന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ അനാചാരം, ഉറൂസ് സ്ഥലത്തെ അനാചാരങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഭൂതക്കണ്ണാടിയുമായിട്ട് നമ്മുടെ ആൾക്കാർ നടക്കുന്നുണ്ടെങ്കിലും ആ ഭൂതക്കണ്ണാടിയൊന്നും എല്ലാ സ്ഥലത്തും ഉപയോഗിക്കാൻ പറ്റില്ല. അവർ ഇന്ത്യയുടെ സുൽത്താനുൽ ഹിന്ദ് എന്ന് പറയുമ്പോൾ ഇവിടെ കാഫറുണ്ട്, മുസ്ലിമുണ്ട്, എല്ലാവരുമുണ്ട്. എല്ലാവരും അവിടെ വരും. നമ്മുടെ ശരീഅത്ത് മാത്രമല്ല അവിടെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാ മതങ്ങളും ബഹുമാനിക്കുന്ന രൂപത്തിലുള്ള ഒരു മഹാത്മാവ് ഇന്ത്യയുടെ സുൽത്താൻ എന്ന പേരിൽ അവിടെ ജീവിക്കുന്നു. അതാണ്, അവരെ പോലെയുള്ള മഹത്തുക്കളാണ്, പ്രത്യേകിച്ച് ഖാജാ തങ്ങളാണ് ഇന്ത്യ രാജ്യത്ത് 90 ലക്ഷം ജനങ്ങൾ ഇസ്ലാമിലേക്ക് വരാൻ കാരണമായത് എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു എഴുതി വെച്ചിട്ടുണ്ട്. പൈലിത്തർ ഉസ്താദിൻ്റെ പ്രസംഗത്തിൽ അത് കാണാൻ കഴിയും എപ്പോഴും. ആ ഇംഗ്ലീഷ് ഉദ്ധരണികൾ അദ്ദേഹം പറയും. അപ്പോൾ ഇതൊക്കെ ലോകം അംഗീകരിച്ച കാര്യങ്ങളാണ്. നമ്മുടെ ചെറുപ്പക്കാരും അടുത്ത തലമുറയും ഈ തുള്ളിച്ചാടി നടക്കുന്നതിൻ്റെ ഉള്ളിൽ ഇത്രയും വലിയ അത്ഭുതങ്ങൾ നമ്മൾ പഠിക്കണം. അത് ഞങ്ങൾക്ക് തലേ കയറുന്നില്ല. തലേ കയറാത്ത നമ്മുടെ ഈമാനിൻ്റെ കുറവാണ്. നമ്മുടെ ഈമാനിൻ്റെ കുറവാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞ അത്ഭുതങ്ങൾ, ഹദീസ് പഠിപ്പിച്ച അത്ഭുതങ്ങൾ, അത് വിശ്വസിക്കുന്നവനാണ് യഥാർത്ഥമായ മുഅ്മിൻ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വടിയിട്ടപ്പോൾ പാമ്പായി എന്ന് പറഞ്ഞാൽ നമ്മളത് വിശ്വസിക്കണം. നൈൽ നദി വടികൊണ്ടടിച്ച് പിളർത്തിയിട്ട് ഐസ് കട്ട പോലെ 2 ഭാഗത്തേക്ക് മാറി നിന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും സമൂഹവും രക്ഷപ്പെടുകയും ഫിറഔൻ അതിൽ മുങ്ങി നശിക്കുകയും ചെയ്തു എന്ന ഖുർആനിൻ്റെ പ്രഖ്യാപനം വിശ്വസിക്കേണ്ടവരാണ് നമ്മൾ. ഉബ്രിഉൽ അക്മഹ വൽ അബ്റസ വഉഹിൽ മൗത ബിഇദ്നില്ലാ. വൈദ്യശാസ്ത്രം പുരോഗമിക്കാത്ത കാലത്ത്
വെള്ളപ്പാണ്ടും കുഷ്ഠവും സുഖപ്പെടുത്തി ജന്മന കണ്ണു കാണാത്ത ആളുകൾക്ക് കാഴ്ച കൊടുത്തു എന്നത് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പ്രത്യേകതയായി ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. അങ്ങനെ ഓരോരുത്തർക്കും തീ കരിക്കാനുള്ളതാണ്, തീ കൊണ്ട് കരിയും എന്ന് വിശ്വസിക്കുന്നിടത്ത് തീക്കും കരിക്കാനുള്ള കഴിവ് അള്ളാഹു നൽകണം. ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. ഇബ്രാഹിം അലൈഹിസ്സലാമിന് ശീതളമായി, തണുപ്പായി, കൊല്ലുന്ന തണുപ്പല്ല, സുഖിക്കാൻ പറ്റുന്ന തണുപ്പായി മാറണമെന്ന് തീയിനോട് കൽപ്പിച്ചതിലുൾപ്പെടെ അഫറഅയ്തുമുൻ നാറല്ലത്തി തൂറൂൻ അഅൻതും അൻശഅതും ശജറതഹാ അം നഹ്നുൽ മുൻശിഊൻ. തീയായിരുന്നാലും എന്തും അള്ളാഹു സൃഷ്ടിക്കുന്നു, അള്ളാഹു അതിനെ പരിപാലിക്കുന്നു, അതിന് കഴിവുകൾ അള്ളാഹു തആല കൊടുക്കുന്നു എന്ന് വിശ്വസിക്കേണ്ടവനാണ് മുഅ്മിൻ. ഖുർആൻ പഠിപ്പിച്ച, മഹത്തുക്കൾ കാണിച്ച അത്ഭുതങ്ങളിൽ വല്ലാതെ വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥ മുഅ്മിൻ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സിദ്ദീഖ് എന്ന് പേര് വന്നത് എന്തുകൊണ്ടാ? സിദ്ദീഖിന്റെ അർത്ഥം എന്താണ്? വല്ലാത്ത ഈമാനുള്ള ആളുകളാണ്. എന്താ ഈമാനിന്റെ നിർവചനം? തസ്ദീഖു മാ ജാഅ ബിഹിൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ തിരുദൂതർ കൊണ്ടുവന്നത് മുഴുവനും വിശ്വസിക്കുക, അതാണ് ഈമാൻ. ആ ഈമാൻ കൂടിയ ആളുടെ പേരെന്താ? സിദ്ദീഖ്. വല്ലാത്ത ഈമാനുള്ള ആളുകളാണ്. എന്താണതിന് കാരണം? പെട്ടെന്ന് ദഹിക്കാത്ത കാര്യം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബറിനോട് പറഞ്ഞത് നബിയല്ല, അനുകൂലിക്കുന്നവരുമല്ല, ശത്രുക്കൾ പറഞ്ഞു. കേട്ടില്ലേ ഇന്നലത്തെ ഉണ്ടായ സംഭവം? മിഅ്റാജ് ഉണ്ടായത് ഈ റജബിലാണ്. ഈ സംഭവം കേട്ടില്ലേ? മുഹമ്മദ് നബി എവിടെയൊക്കെ പോയി പോലും, ബൈത്തുൽ മുഖദ്ദസിൽ പോയി, ഏഴാം ആകാശത്ത് പോയി. ഇനി ഇതിനേക്കാൾ വലിയ ഒന്നും പറയാനില്ല. ഇപ്പൊ മനസ്സിലായില്ലേ ആളെപ്പറ്റി എന്ന് പറഞ്ഞ് തലക്ക് സുഖമില്ല എന്ന രൂപത്തിൽ യാ അയ്യുഹല്ലദീ നുസ്സില അലൈഹി ദിക്റു ഇന്നക ലമജ്നൂൻ. ഖുർആൻ അവതരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന മുഹമ്മദേ, നിങ്ങൾക്ക് ഭ്രാന്താകുന്നു എന്ന് പറയുന്ന ശത്രുക്കളുടെ വാക്ക് കേട്ടുകൊണ്ട് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, എൻ്റെ നബിയാണോ അത് പറഞ്ഞത്? ഉറപ്പാണോ? നിങ്ങൾ കേട്ടതാണോ? ബൈത്തുൽ മുഖദ്ദസിൽ പോയി, ആകാശത്ത് പോയി, അള്ളാഹുവിനെ കണ്ടു, 5 വഖത്ത് ഫർളാക്കി, ഒഴിച്ചവനെ കുഫറാക്കി. അങ്ങനെ പറഞ്ഞത് എൻ്റെ നേതാവാണെങ്കിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. അത് പറഞ്ഞതുകൊണ്ടാണ് സുമ്മിയൽ ആന സിദ്ദീഖൻ. ആ സമയത്ത് അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് അബൂബക്കർ എന്നാണ്. ആ അബൂബക്കർ റളിയല്ലാഹു അൻഹു സിദ്ദീഖ്, വലിയ ഈമാനുള്ളവർ എന്ന് പേര് വെക്കപ്പെട്ടത് എന്ന് ചരിത്രത്തിൽ കാണാം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആരാണ്? നമ്മളൊക്കെ ളുഹർ നിസ്കാരത്തിൽ, അസ്ർ നിസ്കാരത്തിൽ, ഇശാ നിസ്കാരത്തിൽ നമ്മൾ റുക്കൂഇൽ നിന്ന് ഉയരുമ്പോൾ ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് സമി അല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞിരുന്നില്ല, അല്ലാഹു അക്ബർ എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ജമാഅത്ത് നിസ്കാരത്തിന് വന്നപ്പോൾ എനിക്ക് ജമാഅത്ത് കിട്ടുകയില്ലെന്ന് വിചാരിച്ച് വെപ്രാളപ്പെട്ട് ഓടി വന്ന് സഫിൻ്റെ പുറകിൽ ജമാഅത്ത് കിട്ടിയപ്പോൾ അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ എന്നിങ്ങനെ മുത്തുനബിയുടെ പുറകിൽ നിന്ന് നിസ്കാരം കിട്ടിയതിൻ്റെ പേരിൽ അളവറ്റ സ്തുതികീർത്തനങ്ങൾ നടത്തിയപ്പോൾ നസലൽ അമീനു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അവതരിച്ചുകൊണ്ട് പറയുന്നു, നബിയേ, ഇനി മുതൽ റുക്കൂഇൽ നിന്ന് ഉയരുമ്പോൾ അല്ലാഹു അക്ബർ പറയണ്ട, അത് മാറ്റിയിരിക്കുന്നു. എൻ്റെ സിദ്ദീഖിന് വേണ്ടി അത് മാറ്റിയിരിക്കുന്നു. അവിടുത്തെ പ്രാർത്ഥന ഹംദ് അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പൊ ഉയരുമ്പോൾ മുതൽ സമി അല്ലാഹു ലിമൻ ഹമിദ എന്നാണ് തങ്ങൾ പറയേണ്ടത്. എന്താണ് അതിൻ്റെ അർത്ഥം? ഇന്ന് ഞാനും നിങ്ങളും പറയുന്ന സമി അല്ലാഹു ലിമൻ ഹമിദയുടെ അർത്ഥം എന്താണ്? ഖിയാമത്ത് നാൾ വരെ വരുന്ന എല്ലാ ആണുപെണ്ണുങ്ങളും പറയുന്ന സമി അല്ലാഹു ലിമൻ ഹമിദയുടെ അർത്ഥം എന്താണ്? അല്ലാഹു അവൻ്റെ ഏറ്റവും ഈമാനുള്ള സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ദുആ അല്ലാഹു സ്വീകരിക്കട്ടെ.
അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു ഓഹരി നിസ്കാരത്തിലുണ്ട്. അതാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. അത് പറയുമ്പോൾ അവിടുത്തെ ഹബീബുൽ മഹബൂബായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്കും എന്തെങ്കിലും ഒന്ന് വേണ്ടേ? അതാണ് സമി അല്ലാഹു ലിമൻ ഹമിദാ. അത്രയും മഹാത്മ്യങ്ങൾ വാരിക്കൂട്ടിയ മഹാത്മാവാണ് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മുഅ്ജിസത്തിന്റെ മുഅ്ജിസത്തായ ആ ഇസ്രാ മിഅ്റാജിനെ വിശ്വസിച്ചു. ശത്രുക്കൾ പറഞ്ഞപ്പോൾ തന്നെ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് സിദ്ദീഖ് എന്ന് നാമകരണം ചെയ്യപ്പെട്ടത്. നമ്മളും വിശ്വസിക്കണം. കറാമത്ത് മുഅ്ജിസത്തുകളെ എതിർക്കാൻ പാടില്ല, അധിക്ഷേപിക്കാൻ പാടില്ല, സംശയാസ്പദമാക്കാൻ പാടില്ല. അതാണ് ഈ പരിശുദ്ധമായ റജബ് പഠിപ്പിക്കുന്നത്. വറആ അജായിബ ആലമിൽ മലകൂതി വസറായിറൻ നാസൂതി വൽ ജബറൂതി ഐനം മുദർരിസ മസ്ജിദിൽ ലാഹൂതി കമ്മിൽ ലദുന്നിൻ ഹവാഹു ഉലൂമ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. മഹാത്മാവായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിൻ്റെ സ്വല്ലൽ ഇലാഹു ബൈത്ത് അത് കേരളക്കാരുടെ ബുർദയാണ്. സ്വല്ലൽ ഇലാഹു അലബ്നി അബ്ദില്ലാഹി ദി ഖുലുഖിൻ ബിനസ്സില്ലാഹി കാന അളീമാ ഫളൻ ഗലീദൻ ലം യകുൻ ബല്ലയ്യിന ബർറൻ റഊഫൽ മുഅ്മിനീന റഹീമ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. മൗലിദ് കിതാബിലുണ്ട് ആ ബൈത്ത്. നമുക്ക് നോക്കി പഠിക്കാവുന്നതേ ഉള്ളൂ. കേരളക്കാരായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു മദീനത്ത് പോയി നിന്ന് ചൊല്ലിയ ബൈത്താണ്. അത് ഇല്ലാതെ ഇസ്രാ മിഅ്റാജ് പറയാൻ കഴിയില്ല. ആ ബൈത്ത് ചെല്ലാതെ ഇസ്രാ മിഅ്റാജ് പറഞ്ഞാൽ പൂർത്തിയാവുകയില്ല. അള്ളാഹുവിനെ കണ്ടതും 5 വഖത്ത് 50 വഖത്ത് ഫർദാക്കി 5ആക്കി ചുരുക്കിയതും 5ൽ 50ൻ്റെ പ്രതിഫലം നിക്ഷേപിച്ചതും, ഞാനിനി അള്ളാഹുവിലേക്ക് പോയി കുറച്ച് ചോദിക്കാൻ എനിക്ക് മടിയാണ് എന്ന് മൂസാ അലൈഹിസ്സലാമിനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുമെല്ലാം ഉമർ ഖാദി പാടിയിട്ടുണ്ട്. ആ മിഅ്റാജ് സംഭവിച്ചത് ഈ റജബിൻ്റെ അവസാനത്തിലാണ്, 27-ാം രാവിനാണ്. ആ 27-ാം രാവിൻ്റെ റജബ്, അതിലാണ് ഇസ്രാ മിഅ്റാജ് ഉണ്ടായത്. ഒരു കള്ള ഷെയ്ഖ് വന്നിട്ട്, ഇവിടെയൊക്കെ എത്ര കള്ള ഷെയ്ഖന്മാർ കയറി ഇറങ്ങിയിട്ടുണ്ട്, നമ്മുടെ മക്കാമിലും വന്നിട്ടുണ്ട്, ഞാൻ അടിച്ചോടിക്കാനായിട്ട് നിന്നിട്ടുമുണ്ട്. അപ്പോൾ ഒരാൾ വന്നിട്ട് പറയും എനിക്ക് ഇസ്രാ മിഅ്റാജ് ഉണ്ടായി. അപ്പോൾ തന്നെ എന്താ, അയാൾ കള്ളനാണ്. അയാൾ കള്ളനാണ്, വേറെ തെളിവ് ആവശ്യമില്ല. എനിക്ക് ഇസ്രാ മിഅ്റാജ് ഉണ്ടായി എന്ന് ഒരാൾ പറഞ്ഞു. ആരാണത്? മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി. അയാൾ, ഞാൻ ഇന്നലെ അള്ളാനെ കാണാൻ പോയി. എന്നിട്ട് തുണിയിൽ ചുവന്ന മഷി, അള്ളാഹു ഒപ്പിടാൻ വേണ്ടി പേന കുടഞ്ഞപ്പോൾ എൻ്റെ തുണിയിലായത്. അള്ളാനെ കണ്ടതിന് തെളിവാ. ചുവന്ന മഷിയാണോ ഏത് ചുവപ്പാന്ന് പഠിച്ചോനല്ലേ അറിയുള്ളൂ. അങ്ങനെ പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിനെ ഞാൻ ഇസ്രാ മിഅ്റാജിന് പോയി എന്നൊരാൾ പറഞ്ഞാൽ അവൻ കള്ളനാണെന്നതിന് വേറെ തെളിവ് ആവശ്യമില്ല. എനിക്ക് ഖുർആൻ അവതരിച്ചു എന്നൊരാൾ പറഞ്ഞാൽ അവൻ കള്ളനാണെന്നതിന് വേറെ തെളിവ് ആവശ്യമില്ല. അൽ ഖാദിയാനു മൽ ഖാദിയാൻ വമാ അദ്റാക മൽ ഖാദിയാൻ എന്ന് പറഞ്ഞ് മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി ഖുർആൻ ഇറക്കി. അവൻ കള്ളനാണെന്നതിന് വേറെ തെളിവ് ആവശ്യമില്ല. അസ്വദുൽ അനസി എന്ന് പറയുന്നവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, എനിക്ക് ഭൂമിയുടെ പകുതി നിങ്ങൾക്കും പകുതി, കുറച്ച് നിങ്ങളെടുത്തോ കുറച്ച് ഞാനും എടുക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖത്താദത്ത് റളിയല്ലാഹു അൻഹു പുതിയാപ്പിളയാണ്. ഖത്താദത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണ് യുദ്ധത്തിൽ അടർന്നു വീണു. ആ കണ്ണും പൊത്തിപ്പിടിച്ചുകൊണ്ട്, ഉതിർന്നു പോയ കണ്ണ് പൊത്തിപ്പിടിച്ച് ഖത്താദത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ചെന്നു. വബിഖൈസിഹിം വഖത്താദത്തിൻ മൻ ഐനുഹു റുദ്ദത് ബികഫിൽ
മുസ്തഫൽ ഹസനായി. തിരുനബി അത് വാങ്ങി അങ്ങോട്ട് കണ്ണിലേക്ക് വെച്ചു കൊടുത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ആ കണ്ണ് സുഖപ്പെട്ടു. വഅലിയു മിൻ റമദിൻ ബിഹി ദാവൈതഹു ഫീ ഖൈബരിൻ ശുഫിയ ബിതീബി ലമാകാ. ഖൈബർ യുദ്ധത്തിൽ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഞാൻ ലഉഅ്തിയന്ന റായത ലിറജുലിൻ യുഹിബ്ബുല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് നാളെ ഈ പതാക ഞാൻ കൈമാറും. പതാക കൈമാറ്റമൊക്കെ അന്നേ ഉള്ളതാ. പതാക കൈമാറും. നോക്കുമ്പോൾ ആരെ വിളിക്കുന്ന രാവിലെ? അലിയാർ എവിടെ പോയി? അലിയാർ തങ്ങളെ കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്വേഷിച്ചപ്പോൾ ചെങ്കണ്ണ് ബാധിച്ചുകൊണ്ട് കണ്ണ് കാണാതെ തുറക്കാൻ പറ്റാതെ ഇരിക്കുകയാണ് അലി തങ്ങൾ. വഅലിയു മിൻ റമദിൻ ബിഹി ദാവൈതഹു, അവിടത്തെ ഉമിനീര് പുരട്ടി അലിയാര് തങ്ങളുടെ കണ്ണ് ശിഫയാക്കിയ നബിയേ മുഹമ്മദുർ റസൂലുള്ളാഹി. അങ്ങനെ ഉമ്മത്തികളുടെ കണ്ണ് അസുഖം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാ ഈ അസ്വദുൽ അനസി എന്ന് പറഞ്ഞ കള്ളനോട് പറഞ്ഞ നിങ്ങളും ഒരു ഒറ്റക്കണ്ണനെ കൊണ്ടുവന്നു, കണ്ണ് പൊട്ടിയ ഒരാളെ. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ ചെയ്തതുപോലെ ഇയാളും കണ്ണിൽ മന്ദിരിച്ചൂതി. കണ്ണിൽ മന്ദിരിച്ചൂതി, ഉള്ള കണ്ണും കൂടി പൊട്ടിപ്പോയി. ഉള്ള കണ്ണും കൂടി പൊട്ടിപ്പോയി. എന്ന് പണ്ടൊരാൾ പറഞ്ഞതുപോലെ, കണ്ണുപൊട്ടനായ ഒരു തയ്യക്കാരനുണ്ടായിരുന്നു. അയാൾ കമീസ് അടിച്ചു കൊടുത്ത്, കമീസ് അടിച്ചു കൊടുത്ത ആശാൻ ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു. എന്തായാലും മുഖ്തസർ പറഞ്ഞേ, ഖത്തലി അമ്രുൻ ഖബാ, എനിക്ക് അമ്ര കോട്ടടിച്ചു തന്നു. ഒറ്റക്കണ്ണനാണ് ആളെ. ലൈത്ത ഐനഹി സവാ, രണ്ട് കണ്ണും ഒരുപോലെ ആയെങ്കിൽ കൊള്ളാമായിരുന്നു. അപ്പോൾ ഉള്ള കണ്ണും പൊട്ടിപ്പോണമെന്നാണോ, പൊട്ടിയ കണ്ണ് പൊട്ടാത്ത പോലെ ആണോ എന്നാണോ അവിടെ തപ്പിക്കുന്ന കാര്യം എന്ന് പറഞ്ഞതുപോലെ ഇയാളുടെ ഉള്ള കണ്ണ് പൊട്ടിപ്പോയി അസ്വദുൽ അനസിയുടെ കള്ളപ്രവാചകന്റെ മന്ത്രം കൊണ്ട്. അപ്പോൾ അമ്പിയാക്കളുടെ മുഅ്ജിസത്ത്, ഔലിയാക്കളുടെ കറാമത്ത്, അതുകൊണ്ടാണ് ഇവിടെ ദീൻ നിലനിൽക്കുന്നത്. സയ്യിദ് അഹ്മദ് മഹ്ദലി തങ്ങൾ റളിയല്ലാഹു അൻഹു മമ്പുറത്തെ തങ്ങളെക്കാളും 35 വർഷം മുൻപ് നമ്മുടെ നാട്ടിൽ വന്ന് അടങ്ങി. നമ്മുടെ നാടായതുകൊണ്ട് ഇങ്ങനെ ഉണങ്ങിയും ശല്യം ചെയ്തും എതിർത്തും ഇപ്പം തന്നെ പോലീസുകാരെ വിളിച്ചിട്ടുണ്ടാവും. അതിനായിട്ടൊരു ഒരു കൗമിനെ അള്ളാഹു വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവൻ അള്ളാഹു പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ വിളിച്ച് പോലീസ് വരാൻ മതി. അപ്പോൾ ഇങ്ങനെ നല്ലതൊന്നും കേൾക്കാൻ പറ്റാതെ, മുതഅല്ലിമീങ്ങൾ വളർന്ന് കാണാൻ പറ്റാതെ ശത്രുക്കളെമ്പാടുമുണ്ടാവും. അതിൽ അത്ഭുതമില്ല. അതുകൊണ്ട് നമ്മൾ ഉള്ള വാലും ഉച്ചത്തിലാക്കി പോയാൽ ഇതൊന്നും നടക്കുകയുമില്ല. അമ്പിയാക്കളുടെ മുഅ്ജിസത്ത് കൊണ്ട് ദീൻ നിലനിൽക്കും, ഔലിയാക്കളുടെ കറാമത്ത് കൊണ്ട് നിലനിൽക്കും. അതാണ് നമ്മളിവിടെ പറയുന്ന ലാ ലാ ലനാ മദദൻ ഇല്ലാ സിവാക യദാ ലാ തഹ്ജുറൻ അബദൻ യാ ലത്തീഫി ഫദ്ലൻ ലിമഹ്ദലിനാ ലാ ലാ ലനാ മദദാ ഇല്ലാ സിവാക യദാ ലാ തഹ്ജുറൻ അബദാ യാ ലത്തീഫി ഫദ്ലൻ ലിമഹ്ദലിനാ. അള്ളാഹു ഉദ്ദേശിക്കാതെ അവർക്കെല്ലാം ചെയ്യാൻ പറ്റുമോ? അത് ചെയ്യാൻ പറ്റൂല. അള്ളാഹു ഉദ്ദേശിക്കാതെ അവർക്കൊന്നും ചെയ്യാൻ പറ്റൂല. അള്ളാഹുവിൻ്റെ ഇറാദത്ത്, ഖുദ്റത്ത് കൊണ്ട് അവൻ്റെ ഔലിയാക്കൾ വഴി മുഅ്മിനീങ്ങളെ സഹായം ചെയ്തു കൊടുക്കും, മുഅ്മിനീങ്ങളെ സഹായിപ്പിക്കും. അപ്പോൾ നമ്മളെ നേരെ കുരച്ചു ചാടി വരുന്ന ഈ അക്രമികൾ എന്താ അവർ ഒതുക്കാത്തത്? അള്ളാഹ് എന്നാൽ പിന്നെ എല്ലാവരും അങ്ങനെ ഒതുക്കി കിട്ടണ്ടേ? നമുക്ക് സുഖം തന്ന് നമ്മൾ ജീവിപ്പിക്കാന്ന് അള്ളാഹ് ഏറ്റിട്ടില്ല. പണിയെടുക്കണം. മുത്തുനബിക്ക് അബൂജഹൽ ഉണ്ടായിരുന്നു, മൂസാ നബിക്ക് ഫിർഔൻ ഉണ്ടായിരുന്നു, ഇബ്രാഹിം നബിക്ക് നമ്രൂദ് ഉണ്ടായിരുന്നു. ശത്രുക്കളെമ്പാടുമുണ്ടാകും. അവർക്ക് അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ, അമ്പിയാ എന്ന് പറഞ്ഞാൽ ആരാ? നൂലെ കെട്ടി ഇങ്ങനെ അള്ളാഹുവിൻ്റെ വഹി ഇറങ്ങുന്ന അപ്പോൾ വഹി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന മഹത്തുക്കളാണ് അമ്പിയാക്കൾ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു യോഗത്തിലേക്ക് വന്ന്, ഒരു സമ്മേളനത്തിൽ വന്ന് വ്യഭിചാരക്കുറ്റം പ്രസംഗിക്കാൻ പോവുകയാണ്.
അപ്പൊ ശത്രുക്കൾ എന്ത് ചെയ്തു? കുറെ കാശൊക്കെ കൊടുത്തിട്ട് ഒരു ഖബാസിയെ ഖബാസി എന്ന് കേട്ടിട്ടില്ലേ? ആ ഖബാസിയെ ഒരുക്കി കൊണ്ടുവന്ന് കാശൊക്കെ കൊടുത്ത് മൂസാ നബി വ്യഭിചാരത്തെ പറ്റി പറയുമ്പോൾ നിങ്ങൾ എന്ത് വേണം? എഴുന്നേറ്റ് നിന്നിട്ട് നിങ്ങൾക്കും ഇത് ബാധകമാണോ എന്ന് ചോദിക്കണം. ഇവിടെ നോക്ക്, നിങ്ങൾക്കും ഇത് ബാധകമാണോ? നിങ്ങൾ ഇന്നലെ എൻ്റെ അടുത്ത് വന്നില്ലേ എന്ന് ചോദിക്കാൻ വേണ്ടി ഒരുത്തിയെ കുപ്പായടിച്ച് കൊണ്ടുവന്നു. അള്ളാഹുവിൻ്റെ വഹി ജിബ്രീൽ അലൈഹിസ്സലാം ഇങ്ങനെ അവതരിച്ചു കൊണ്ടിരിക്കുന്ന അംബിയായിനെ പരസ്യ സമ്മേളനത്തിൽ വെച്ച് ആക്ഷേപിക്കാൻ വന്നു. മൂസാ നബി അലൈഹിസ്സലാം ഇത് പറഞ്ഞപ്പോൾ ഈ വ്യഭിചാരിണി പെണ്ണ് എഴുന്നേറ്റ് നിന്നു. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അവൾക്ക് മിണ്ടാൻ കഴിഞ്ഞില്ല. അവൾ ബോധം നഷ്ടപ്പെട്ട് താഴെ വീണുപോയി. എല്ലാവർക്കും കാര്യം ബോധ്യപ്പെട്ടു. വ്യഭിചാരിണി പെണ്ണിനെ കൊണ്ടുവന്ന് മൂസാ നബിയെ വഷളാക്കുമെന്ന് മനസ്സിലാക്കി ആളുകൾക്കൊക്കെ ബോധം വന്നു. അല്ലാഹു പറഞ്ഞു, നിങ്ങൾ യാ അയ്യുഹല്ലദീന ആമനൂ ലാ തകൂനൂ കല്ലദീന ആദൗ മൂസാ ഫബറഅഹു അല്ലാഹു മിമ്മാ ഖാലൂ വകാന ഇൻദല്ലാഹി വജീഹാ. ഓ മുഅ്മിനീങ്ങളെ, മൂസാ നബിയെ ആക്ഷേപിക്കാൻ വേണ്ടി വ്യഭിചാരി പെണ്ണിനെ പല സമ്മാനങ്ങളും ഓഫർ ചെയ്ത് കച്ചകെട്ടി കൊണ്ടുവന്ന ജനങ്ങളെപ്പോലെ നിങ്ങളായി പോകരുതേ. മൂസാ നബി അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ള അമ്പിയാക്കളിൽ പ്രമുഖരാണ്. ഇത് ചെയ്ത തലമുറ ഇവിടെ ഇല്ലേ? ഇതിൻ്റെ അപ്പുറം ചെയ്തവരില്ലേ? നമ്മുടെ സുൽത്താനുൽ ഉലമാ ശൈഖുനെ പറ്റി ഇനി എന്ത് അപവാദമാണ് പറയാൻ ബാക്കിയുള്ളത്? ഇപ്പോഴും വഫാത്താകാതെ ജീവിച്ചിരിക്കുന്ന മഹാനാണ് സുൽത്താനുൽ ഉലമ. വലിയ വലിയ അമ്പിയാക്കളിലേക്ക് ഔലിയാക്കളിലേക്ക് നമ്മൾ പോകുന്നില്ല. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പണ്ഡിതനും വലിയുമാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ. എത്ര മാസികകൾ അതിനുവേണ്ടി പ്രസിദ്ധീകരിച്ചു. വ്യഭിചാരാരോപണം നടത്തി, പണം കട്ടു എന്ന് പറഞ്ഞു, എന്തെല്ലാം കോലാഹലമുണ്ടാക്കി. അതിൻ്റെ വാഞ്ചനകൾ പോലുമില്ലാതെ, ലവലേശം സത്യത്തിൻ്റെ അംശമില്ലാതെ നുണകൾ പ്രചരിപ്പിച്ചു. അതെല്ലാം അമ്പെ പരാജയപ്പെട്ടു. രാഷ്ട്രീയക്കാർ വന്ന് ബഹുമാനപ്പെട്ടവരെ തല്ലിത്തകർക്കാൻ നോക്കി, നെക്കിക്കൊല്ലാൻ നോക്കി, നടന്നില്ല. നക്കിക്കൊല്ലാൻ നോക്കി, നടന്നില്ല. ഇപ്പോൾ അവരെത്ര തട്ടിലാണെന്ന് അവർക്ക് തന്നെ അറിഞ്ഞുകൂടാ. അള്ളാഹു അവർക്കും ഐക്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. അങ്ങനെ ദീനിൻ്റെ പ്രചാരകർ ആരാണോ അവർക്ക് ഈ ശത്രുത വരുമെന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ, നമ്മളൊക്കെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദയായ മുഅ്ജിസത്തിലും കറാമത്തിലും അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദുനാ വസനദുനാ കഅബത്തുൽ ഉശാഖ് ഖാജ ഗരീബ് നവാസ് മുഈനുദ്ദീൻ ഹസൻ ചിസ്തി സഞ്ചരി തുമ്മൽ അജ്മീരി റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കളാണ്. ഇന്ത്യ രാജ്യത്തെ മക്കളാണ്. ഇവിടെ NRCയും അതുപോലെയുള്ള പ്രശ്നങ്ങളും അത് പരിഹരിക്കാനുള്ള സമ്മേളനം നടത്തി. ആ സമ്മേളനം 2 കൊല്ലം മുമ്പ് നമ്മുടെ കടപ്പുറത്ത് നടന്നപ്പോൾ അതും ഒരു റജബ് 6-നായിരുന്നു. അന്ന് സുൽത്താനുൽ ഉലമ പറഞ്ഞു, ഇന്ന് അജ്മീറിൻ്റെ ആണ്ടാണ്, നമുക്കെല്ലാവർക്കും ഒരു ഫാത്തിഹ ഓതാം. ഫാത്തിഹ ഓതി ദുആ ചെയ്തു. അതിൻ്റെ സംഘാടകരിൽപ്പെട്ട ചില കൃമികൾ അജ്മീർ ആണ്ടാണോ നടത്തിയതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനൊന്നും ആദ്യം പറഞ്ഞില്ല. ആ യോഗം പിരിഞ്ഞതിന് ഞാൻ പറയടാ, നമുക്ക് അജ്മീറിന് ഫാത്തിഹ ഓതാത്ത ഏത് ഇന്ത്യയാണ് നീ സംരക്ഷിക്കാൻ പോകുന്നത് ഞാൻ ചോദിച്ചു അവനോട്. അപ്പോൾ അജ്മീർ ഷെയ്ഖിനെ വിശ്വസിച്ച് അവിടുത്തെ ആദർശങ്ങൾ പഠിപ്പിച്ച് ആ രീതിയിൽ മതം പ്രചരിപ്പിക്കുന്ന ആളുകളായി നമ്മൾ മാറണം. തീവ്രവാദികളും ഭീകരവാദികളുമായി പോകാൻ പാടില്ല. മുഅ്ജിസത്തും കറാമത്തും ഔലിയാഇന്റെ അത്ഭുത സിദ്ധികൾ കണ്ടുകൊണ്ട് കേട്ടുകൊണ്ട് രോഗം മാറിക്കൊണ്ട് ഈ മഖാം ഒരു ദർഗയാണ്, ഖാദിറുൽ ബാബ ഒരു ദർഗയാണ്, മക്കർ ഷാ ഒരു ദർഗയാണ്, മസ്താംപള്ളി ഒരു ദർഗയാണ്, മുത്തലിബ് തങ്ങൾ ഒരു ദർഗയാണ്, കുന്നംപുറം ഒരു ദർഗയാണ്. ഇതെല്ലാം കിടക്കുന്ന മഹത്തുക്കളാണ്. അവരുടെ കൂടെ കള്ളുകുടിച്ചവരെ കൊണ്ട് നടക്കാനും
അവരെ കൂടെ കള്ളുകുടിയന്മാരെ പോലെ അവരെ മനസ്സിലാക്കാനൊന്നും പാടില്ല. അതൊക്കെ വലിയ തെറ്റാണ്. വളരെ മോശമായ അന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കി തീർത്ത് അങ്ങനെ മക്കാമുകളെ നിന്ദിച്ചുകൊണ്ട് നിസ്സാരപ്പെടുത്തിക്കൊണ്ട് നടക്കുന്ന ഒരു ഖൗമ്, മുതഅല്ലിമീങ്ങളെ ചീത്ത പറയുന്ന ഒരു ഖൗമ് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ലാ തുൻഫിഖൂ അലാ മൻ ഇൻദ റസൂലില്ലാഹി ഹത്താ യൻഫല്ലൂ. അല്ലാഹു പറയുന്നു മുനാഫിഖീങ്ങളുടെ സ്വഭാവം മുത്തുനബിയുടെ അടുക്കൽ പഠിക്കുന്ന മുതഅല്ലിമുകളായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതുപോലുള്ള മഹത്തുക്കൾക്ക് നിങ്ങൾ ചെലവ് കൊടുക്കരുത്, അവർ പിരിഞ്ഞു പോകട്ടെ. മുതഅല്ലിമീങ്ങൾ ആക്ഷേപിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു മദീനത്തും മുനാഫിഖീങ്ങൾ. അതുപോലെ നമ്മളാരും ആ പണിയെടുത്തു പോകരുത്. അള്ളാഹു തന്നെ കാത്തുരക്ഷിക്കണം. നമുക്ക് ഭക്ഷണം തരുന്നവൻ അവനാണ്, നമുക്കും നമ്മുടെ ശത്രുക്കൾക്കും ഭക്ഷണം കൊടുക്കുന്നത് അവനാണ്. അള്ളാഹു കൊടുത്ത റിസ്ക് തടയാൻ ആർക്കും സാധ്യമല്ല. വരിസ്ഖുക ലൈസ യുൻഖിസുഹു തഅന്നി വലൈസ യസീദു ഫിർറിസ്ഖിൽ അനാഉ. ഒരിക്കലും എൻ്റെ ശാപ്പാട് മുടങ്ങിപ്പോകുമെന്ന നിലക്ക് ആരും ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു. ആരാണ് മുതഅല്ലിമീങ്ങൾ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു മുതഅല്ലിമായിരുന്നു. അബൂ ഹുറൈറ തങ്ങളാണ് മുതഅല്ലിമീങ്ങളുടെ നേതാവ്. പ്രിയപ്പെട്ടവരെ, ആലോചിച്ചു നോക്കൂ. മഹാൻ വഴിയിൽ വന്ന് കിടക്കുന്നു. എന്താ കാരണം? വിശപ്പിന് ഒന്നും പരിഹാരമില്ല. 3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടില്ല. വഴിയിൽ കിടന്നപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നു. അവരോട് ചോദിച്ചു, തങ്ങളെ എനിക്കൊന്ന് സദക്കയുടെ ആയത്തൊന്ന് പറഞ്ഞു തരൂ. സദക്കയുടെ ആയത്തല്ല ആവശ്യം, സദക്കയാണ് ആവശ്യം. വിശന്നിട്ട് നിവൃത്തിയില്ല. സിദ്ദീഖുൽ അക്ബർ സദക്കയുടെ ആയത്ത് പറഞ്ഞു കൊടുത്തുകൊണ്ട് പോയി. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വന്നു. അഖ്ബിർനി അൻ ആയത്തി സദഖ, ദാനധർമ്മം കൊടുക്കണമെന്ന ആയത്ത് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? പറഞ്ഞു കൊടുത്തു കൊണ്ടുപോയി. 3 ദിവസമായി പട്ടിണിയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ആ വഴിക്ക് വന്നപ്പോൾ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അഖ്ബിർനി അൻ ആയത്തി സദഖത്തി യാ റസൂലല്ലാഹ്, സദഖയുടെ ആയത്ത് എനിക്കൊന്ന് പറഞ്ഞു തരുമോ നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുത്തഅല്ലിമിൻ്റെ കൈക്ക് പിടിച്ച്, വാ ആയത്തൊക്കെ ഞാൻ പറഞ്ഞുതരാം, വാ ആയത്തല്ല ആവശ്യം, സദഖയാണ് ആവശ്യം. വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിൽ കൊണ്ടുപോയി നോക്കിയപ്പോൾ അവിടെ എന്തേ ഉള്ളൂ? ഐഷ ബീബി റളിയല്ലാഹു അൻഹ വിളിച്ചു നോക്കിയപ്പോൾ 1 ഗ്ലാസ് പാലാണുള്ളത്. ആ പാലല്ലാതെ അവിടത്തേക്ക് ഹദിയ വന്ന 1 ഗ്ലാസ് പാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതെടുത്തുകൊണ്ട് അബൂ ഹുറൈറയോട് പറഞ്ഞു, അബൂ ഹുറൈറ, അവിടെ മദീനത്തെ പള്ളിയുടെ മിമ്പറിൻ്റെ മറുഭാഗത്തായി കുറേ മുതഅല്ലിമീങ്ങൾ പട്ടിണിയായി കിടക്കുന്നുണ്ട്, അവരൊക്കെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അവരെയൊക്കെ വിളിച്ചു കൊണ്ടുവന്നു. നബി തങ്ങൾ അല്പം കുടിച്ച് പകുതി എനിക്കുന്നത് എൻ്റെ തൊണ്ട നനയാമായിരുന്നു എന്ന് വിചാരിച്ച് അബൂ ഹുറൈറ തങ്ങൾ അവിടെ പോയി. അവിടുന്ന് കൽപ്പിച്ചതല്ലേ, വിളിച്ചു കൊണ്ടുവന്ന് അവർക്കെല്ലാം പാല് കുടിപ്പിക്കാൻ പറഞ്ഞു. പാല് കുടിപ്പിച്ചു, പിന്നെയും കുടിപ്പിച്ചു. ആ 1 ഗ്ലാസ് പാല് വമിനൽ യസീരി സഖാ വഅത്അമ ജൈശഹു ഹത്ത ക്തഫവ യസീറുഹു ലം യൻഫദി. ഈ സ്വഹാബത്ത് മുഴുവനും കുടിച്ചതിന് ശേഷവും അതിൽ പാല് ബാക്കിയാണ്. അബൂ ഹുറൈറ, നിങ്ങൾ കുടിക്കൂ. നബിയെ, തങ്ങൾ കുടിക്കൂ. അബൂ ഹുറൈറ, നിങ്ങൾ കുടിക്കൂ. അബൂ ഹുറൈറ തങ്ങളെ കൊണ്ട് 3 വട്ടം മടക്കി കുടിപ്പിച്ചു. വയറ് നിറച്ചു. ബാക്കി പാല് അള്ളാഹുവിൻ്റെ റസൂൽ കുടിച്ചു, അവിടുത്തെ കുടുംബം കുടിച്ചു എന്ന് സ്വഹീഹായ ഹദീസ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത്രയും കഷ്ടപ്പെട്ട മഹാനാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. എപ്പോൾ നോക്കിയാലും ആ മുതഅല്ലിമിന് ഭക്ഷണമുണ്ടാവുകയില്ല. ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു തോലിൻ്റെ പാത്രം എടുത്തു കൊടുത്തുകൊണ്ട് പറഞ്ഞു, അബൂ ഹുറൈറ, നിങ്ങൾക്ക് വിശക്കുമ്പോൾ ഇതിൽ കൈയിട്ടാൽ മതി, ഫ്രഷ് കാരക്ക കിട്ടും. വേറെ നിങ്ങൾക്ക് സമാധാനമായി എപ്പോൾ വിശന്നാലും അതിൽ കൈയിടും, ഇപ്പം പറിച്ചതുപോലത്തെ കാരക്ക കിട്ടും. അങ്ങനെ നടന്ന് എല്ലാ ക്ഷീണവും മാറിയല്ലോ, ഫ്രഷ് കാരക്ക കഴിക്കുകയല്ലേ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വഫാത്തായി.
ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ ആ വീട്ടിൽ വന്നു. ജനക്കൂട്ടത്തിൽ വന്നുകൊണ്ട് അബൂ ഹുറൈറ കരഞ്ഞുകൊണ്ട് പാടുന്നു, ലിന്നാസി ഹമ്മുൻ വലിയൽ യൗമ ഹമ്മാനി ഹമ്മുൽ ജിറാബി വഹമ്മു ശൈഖ് ഉസ്മാനി. ഒരിടത്ത് നിന്ന് പാടും, പിന്നെ കുറച്ചങ്ങോട്ട് മാറും, അവിടെ നിന്ന് പാടും, ലിന്നാസി ഹമ്മുൻ വലിയൽ യൗമ ഹമ്മാനി ഹമ്മുൽ ജിറാബി വഹമ്മു ശൈഖ് ഉസ്മാനി. ജനങ്ങൾക്ക് ഇന്ന് ഒരു ദുഃഖമാണ്, എനിക്ക് രണ്ട് ദുഃഖമാണ്. എന്താണ് എൻ്റെ രണ്ട് ദുഃഖം? ഒന്ന്, എൻ്റെ ഈ ആഹാരം നേർച്ചയാക്കി അള്ളാഹുവിൻ്റെ തിരുദൂതർ എനിക്ക് തന്ന തോൽപാത്രം നഷ്ടപ്പെട്ടു പോയി. ഹമ്മുൽ ജിറാബി, തോൽപാത്രം നഷ്ടപ്പെട്ടു പോയ ദുഃഖമാണ്. വഹമ്മു ശൈഖ് ഉസ്മാനി, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വഫാത്തായ ദുഃഖവുമാണ്. നിങ്ങൾക്ക് ആ ദുഃഖമേ ഉള്ളൂ, എനിക്ക് എൻ്റെ റേഷൻ നഷ്ടപ്പെട്ട ദുഃഖമാണ്. കാലങ്ങൾക്ക് ശേഷം അവിടെ വഫാത്തായി, അവിടുത്തെ റിസ്ക് അവസാനിച്ചു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അള്ളാഹുവിൻ്റെ തിരുദൂതരുടെ മുഅ്ജിസത്ത് കൊണ്ട് ഭക്ഷണം കഴിച്ച മഹത്തുക്കൾ എത്രയാണ്. വമിനൽ യസീരി സഖാവ അത്അമ ജൈശഹു ഹത്ത ക്തഫവ യസിറുഹു ലം യൻഫദി ആയാതുഹു വൽ മുഅ്ജിസാതു കസീറത്തുൻ ഹുസ്സദി. അങ്ങനെ അതെല്ലാം അള്ളാഹുവിൻ്റെ തിരുദൂതരുടെ പവറുകൾ, മുഅ്ജിസത്തുകളാണ് ഈ മഹത്തുക്കൾക്കെല്ലാം, ഹാജാതങ്ങൾക്കെല്ലാം കറാമത്തായി ഉള്ളത്. അതുകൊണ്ട് അതൊക്കെ നമ്മൾ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ അടുത്തൊരു ആലിമിൻ്റെ അടുത്ത് പോയി. അദ്ദേഹം മരുന്ന് ചെയ്ത് വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ മെഡിക്കൽ റിപ്പോർട്ട്, തത്തമ്പള്ളിയിലെ ഡോക്ടർ, ഇവിടെ തത്തമ്പള്ളി ഹോസ്പിറ്റൽ ഡോക്ടറുടെ മെഡിക്കൽ റിപ്പോർട്ട് എന്നെപ്പറ്റി എന്താ അറിയോ? 4 ദ്വാരമുണ്ട് ഹൃദയത്തിന്. 3 വട്ടം അറ്റാക്കായത് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ വേദന സഹിച്ചതാണ്. 3 അറ്റാക്കായി 4 ഹോൾസ് ഉണ്ട് എന്നാണ് എൻ്റെ മെഡിക്കൽ റിപ്പോർട്ട്. അപ്പോൾ ഹാർട്ട് രോഗം ചികിത്സിക്കേണ്ടെന്നാണോ നിങ്ങൾ പറയാൻ? അല്ല, ചികിത്സിക്കണം. ഖുർആനോദി ചികിത്സിക്കുന്നത് ചികിത്സയല്ലേ? ആയുർവേദം ചികിത്സയല്ലേ? യാസീൻ ചികിത്സയല്ലേ? തേൻ ചികിത്സയല്ലേ? തേൻ കുടിച്ചാൽ രോഗം മാറുമല്ലോ. ഇതെല്ലാം അള്ളാഹു വെച്ച ചികിത്സയാണ്. ആ കൂട്ടത്തിലുള്ള ചികിത്സയാണ് പ്രിയപ്പെട്ടവരെ മറ്റ് ചികിത്സകളും. അല്ലാതെ അതിന് പ്രാധാന്യം ഒന്നും കൂടുതലില്ല. ഞാൻ സൂറത്ത് അലം നശ്റഹ് 105 പ്രാവശ്യം ഓതി മന്ത്രിച്ച് പല പ്രാവശ്യം വെള്ളം കുടിച്ചു. എൻ്റെ ഹോൾസ് എല്ലാം റെഡിയായി. ഇപ്പം ഞാൻ 3 ടെസ്റ്റ് നടത്തിയിട്ടും ഹാർട്ട് സംബന്ധമായ ഒരു രോഗം എനിക്കില്ല എന്നാണ് റിപ്പോർട്ട്. അപ്പോൾ ഖുർആൻ ഓതി ചികിത്സിച്ചാൽ മാറും എന്ന് നമ്മൾ പഠിക്കണ്ടേ? അത് നമ്മുടെ മറ്റേ സുഹൃത്തുക്കൾ ചെയ്യുമോ? നമ്മുടെ മറ്റു മതത്തിലുള്ള സുഹൃത്തുക്കൾ ചെയ്യുമോ? നമ്മൾ ചെയ്യണ്ടേ? വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങൾക്ക് ഖുർആനിൽ ശിഫയുണ്ടെന്ന് അല്ലാഹു തആല പറഞ്ഞത് നാം ചെവിക്കൊള്ളണ്ടേ. യഖ്റുജു മിൻ ബുതൂനിഹാ ശറാബുൻ മുഖ്തലിഫുൻ അൽവാനുഹു ഫീഹി ശിഫാഉൻ ലിന്നാസ്. ഈ തേനീച്ചകൾ